ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ കർത്താവിന്റെ പവിത്ര നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങളെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രിയരെ, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്ത് ദുരന്തങ്ങൾ കൂടിപ്പൊയ്ത്ത് നടത്തിയിട്ടും അനർത്ഥങ്ങൾ അരങ്ങ് തകർത്താടിയിട്ടും പകർച്ചവ്യാധി പലയിടങ്ങളിലും പടർന്നു പിടിച്ചിട്ടും കർത്താവ് നമ്മെ കൺമണി പോലെ പരിപാലിച്ചു. അവിടുത്തെ ആ മഹാദയയ്ക്കായി കരുണയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവശബ്ദത്തിനായി കാതോർക്കാം. എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് കർത്താവിന്റെ ആലോചന പ്രാപിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം. കാരുണ്യവാരതിയായ മഹാദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആധാരവാക്യം ഞാൻ വായിക്കുന്നു. എബ്രായർ 9:26 മുതൽ. ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പരിശുദ്ധാത്മാവ് കൃപയോടെ നൽകിയ തിരുവഴുത്തിനായി സ്തോത്രം. പ്രിയരെ, ഈ വേദഭാഗത്ത് നാം പ്രാർത്ഥനയോട് പഠിച്ചാൽ ഇതിൽ മുഴു ലോകത്തിനും ബാധകമായ 4 കാര്യങ്ങൾ കാണാം. സാർവത്രികമായ 4 കാര്യങ്ങൾ. എന്തൊക്കെയാത്? ശ്രദ്ധിക്കൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരമയാഗമാണ് ഒന്നാമത്തേത്. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനു വേണ്ടിയല്ല. മുഴു ലോകത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് ക്രിസ്തു ക്രൂശിൽ യാഗമായി. അത് സാർവത്രികമായ കാര്യമാണ്. മുഴു ലോകത്തെയും ബാധിക്കുന്ന കാര്യമാണ്. സാർവത്രികമായി സംഭവിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, തനിക്കായി കാത്തുനിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി ക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകും. ലോകം ഒരുങ്ങിയാലും ഇല്ലെങ്കിലും, കുഞ്ഞെ നീ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ദൈവപുത്രൻ രണ്ടാമതും പ്രത്യക്ഷനാകും. ആമേൻ. ഇത് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംഭവിക്കുന്ന കാര്യമല്ല. ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ നടക്കുന്ന കാര്യമാണ്. സാർവത്രികമായി സംഭവിക്കുന്ന 3-4 കാര്യങ്ങൾ ഒരുമിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 27 വാക്യത്തിൽ. എന്താത്? ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഏതു പദവി വഹിക്കുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, ആർക്കും ഒഴിഞ്ഞുപോകാൻ കഴിയാത്ത 4 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് അറിയിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗം അമ്മൂമ്മ കഥയല്ല, ഐതിഹ്യമല്ല, പറഞ്ഞു കേട്ടതല്ല. 2024 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ നിറവേറിയ സംഭവമാണ്. മാനവ സമൂഹത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ യാഗമായി തീരാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് മരണമില്ലാത്തവനായി ഇന്നും ജീവിക്കുകയാ. മനുഷ്യവാസമുള്ള ഇടങ്ങളിലെല്ലാം ജീവിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് നന്മയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുന്ന ജനകോടികൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. പൗലോസ് തറപ്പിച്ചു പറയുന്നു, ഇത് വിശ്വാസ്യവും ഏവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. കുഞ്ഞേ, പാപമോചനത്തിനു മറ്റു വഴിയില്ല. മതങ്ങൾക്ക് പാപമോചനം തരാൻ കഴിയത്തില്ല. കൂദാശകൾക്ക് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. യാഗങ്ങൾ, പൂജകൾ, ഹോമങ്ങൾ, വഴിപാടുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, നൊയമ്പുകൾ, സ്നാനങ്ങൾ ഒന്നിനും പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. പട്ടക്കാർ, പുരോഹിതന്മാർ, ഉപദേശിമാർ, പാസ്റ്റർമാർ, പ്രവാചകന്മാർ, മതപ്രഭാഷകന്മാർ, അത്ഭുത പ്രവർത്തകർ, മനുഷ്യദൈവങ്ങൾ, യാതൊരുത്തനും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തു. അതേ മക്കളെ, ക്രിസ്തുവിന്റെ പരമയാഗം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ഇത് വിശ്വസിച്ചാൽ ദൈവപുത്രൻ നിനക്ക് പാപമോചനം തരും. ക്രിസ്തു അടിയേറ്റത് നിന്റെ സൗഖ്യത്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ചാൽ ഈ പുലരിയിലും ക്രിസ്തുവിന്റെ അടിപ്പിണർ നിനക്ക് സൗഖ്യം നൽകും. 10,000-ങ്ങളിൽ പരമസുന്ദരനായ വീണ്ടെടുപ്പുകാരന്റെ മുഖത്ത് തുപ്പലേറ്റത് മക്കളെ നിന്റെ നിന്ന മാറ്റാൻ വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മഹാദൈവം നിന്റെ നിന്ന മാറ്റും. സ്തോത്രം. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് ന്യായപ്രമാണം പ്രഖ്യാപിക്കുമ്പോൾ ദൈവപുത്രൻ മരക്കുരിശിൽ തൂങ്ങിയത് കുഞ്ഞെ നിന്റെ ശാപം മാറ്റാൻ വേണ്ടിയായിരുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? തലമുറകളിലൂടെ കവിഞ്ഞൊഴുകുന്ന പാരമ്പര്യത്തിന്റെ ശാപം ഇന്ന് പുലരിയിൽ വഴിമാറി ഒഴുകും യേശുവിന്റെ നാമത്തിൽ. യെസ്, ക്രിസ്തുവിന്റെ ക്രൂശുമരണം സാർവത്രികമായിരുന്നു, എല്ലാവർക്കും വേണ്ടിയായിരുന്നു. സാർവത്രികമായ രണ്ടാമത്തെ കാര്യം, പാപികളുടെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ച കർത്താവ് പാപം കൂടാതെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുവാൻ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ളതാണ്.
മാറ്റമില്ലാത്ത തിരുവഴുത്തിൽ പ്രവാചകന്മാർ, ശ്രേഷ്ഠന്മാരായ പ്രവാചകവരേണ്യന്മാർ എഴുതിയതുപോലെ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കാൻ ദൈവകുഞ്ഞാടായ ക്രിസ്തു ഈ ഭൂമിയിൽ ഒന്നാമത് പ്രത്യക്ഷനായതുപോലെ ആദ്യവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അണുവിട വ്യതിചലിക്കാതെ സംഭവിച്ചതുപോലെ അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യവും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ സംഭവിച്ചിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഏറ്റവും വേഗം സംഭവിക്കാൻ പോകുന്ന മഹാകാര്യം ലോകമഹായുദ്ധമല്ല, ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ കണ്ടുപിടുത്തമല്ല, ഇതര ജ്യോതിർഗോളങ്ങളെ മനുഷ്യൻ കീഴടക്കുന്നതല്ല, മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നതുമല്ല, പിന്നെയോ മുൾക്കിരീടധാരിയായി ഗോൽഗോദായിലേക്ക് ക്രൂശും ചുമന്നുകൊണ്ട് നടന്നു കയറിയ ക്രിസ്തു മഹത്വ കിരീടം ചൂടി മേഘത്തേരിൽ ഇറങ്ങി വരുന്നതാണ്. ദൈവത്തിന് മഹത്വം. നിരീശ്വരവാദികളോ ബൗദ്ധിക പ്രമാണികളെന്ന് അവകാശപ്പെടുന്നവരൊക്കെ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ യാഥാർത്ഥ്യം വിശ്വസിച്ചില്ലെങ്കിലും കഴിഞ്ഞ സന്ധ്യയിൽ പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യനുണ്ടല്ലോ, ഈ പുലരിയിൽ തേജസ്സോടെ ഉദിച്ചുയരുന്നത് സത്യമാണെങ്കിൽ അതുപോലെ നീതിസൂര്യനായ ക്രിസ്തു രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ദൈവത്തിന് മഹത്വം. എക്കാലത്തുമുള്ള ദൈവകുഞ്ഞുങ്ങളുടെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്, ആശയാണ്, ആവേശമാണ് ദൈവപുത്രന്റെ മടങ്ങിവരവ്. സ്തോത്രം, സ്തോത്രം. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നിട്ടും, ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടിട്ടും, രോഗം കാർന്നു തിന്നുന്ന ശരീരത്തോടുകൂടെ ഇരുന്നിട്ടും ചുണ്ടിൽ നിന്ന് പുഞ്ചിരി മാറാത്തത് വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വരുമെന്നുള്ള പ്രത്യാശയ. സാർവത്രികമായി ലോകത്ത് സംഭവിക്കുന്ന മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം എബ്രായർ 9:27 കാണുന്നത്. എന്താത്? ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു, അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു. അമീൻ, 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 അമീൻ. ശ്രദ്ധിക്കണേ, ഭൗതിക നന്മ വാരിത്തരുന്ന ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ ആവേശഭരിതരാകുന്ന സഹോദരങ്ങൾ പലപ്പോഴും ന്യായവിധി എന്നുള്ള വിഷയം കേൾക്കുമ്പോൾ ഉദാസീനതയോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന മക്കളെ, നീ ഏറ്റവും ജാഗ്രതയോടെ കൈക്കൊള്ളേണ്ട വിഷയമാണിത്. ഇറ്റേണൽ ജഡ്ജ്മെന്റ്. ഇത് നിന്റെ ശരീരത്തെ ബാധിക്കുന്ന വിഷയമാണ്, ആത്മാവിനെ ബാധിക്കുന്ന വിഷയമാണ്, നിന്റെ പ്രാണനെ ബാധിക്കുന്ന വിഷയമാണ് മക്കളെ. മാത്രമല്ല നിത്യതയും കൂടെ ബാധിക്കുന്ന വിഷയമാണ് നിത്യ ശിക്ഷാവിധി, ന്യായവിധി എന്നുള്ളത്. തിരുവചനം പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എത്ര കൃത്യമായി ആരോഗ്യം സൂക്ഷിച്ചാലും, ഔഷധം പ്രയോഗിച്ചാലും, പോഷകാഹാരം കഴിച്ചാലും, വിദഗ്ധരായ ഡോക്ടേഴ്സ് ചുറ്റും നിന്നാലും ഒരിക്കൽ മരിക്കും. പക്ഷെ കാര്യം അവിടെ കൊണ്ട് തീരത്തില്ല മക്കളെ. പിന്നെ ഒരു ന്യായവിധിയുണ്ട്. വചനം താക്കീത് നൽകുന്നു. യോബ് 19:29. ഒരു ന്യായവിധിയുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം, ഒരു ന്യായവിധിയുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 9-ാം സങ്കീർത്തനം നോക്ക്. ഹല്ലേലൂയ. അതിന്റെ 7-ാം വാക്യം, അവൻ ന്യായവിധിക്കായി ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ന്യായവിധിക്കായി ഒരുക്കിയിരിക്കുന്ന സിംഹാസനം. അവൻ നീതിയോടെ വിധിച്ചുകൊണ്ട് ഇന്നും ന്യായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ. ഹല്ലേലൂയ. എന്നാൽ അവൻ ന്യായവിധിക്കായി ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അതെ, 9:16 നിങ്ങൾ നോക്കൂ. യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തുന്ന ദിവസം അന്ന് ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കൊടുങ്ങും. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ചിലര് പറയുന്നത് മനുഷ്യരെ പേടിപ്പിച്ചവരെ ചൂഷണം ചെയ്യാൻ ഈ ഉപദേശിമാരൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമാ ന്യായവിധി. അങ്ങനൊന്നുമില്ലെന്ന്. എന്നാൽ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ, സ്തോത്രം, എന്തൊക്കെയാ? ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. അതിൽ ഒന്ന് ഒരിക്കൽ മരിക്കുമെന്നുള്ളതാ. ഈ മഹാസത്യത്തെ എതിർക്കാൻ കഴിയുന്ന ഒരുത്തനുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അതേ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യവും നടക്കും. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരിക്കൽ മരിക്കുമെന്നുള്ളതിന് തർക്കമില്ലെങ്കിൽ അതുപോലെ തന്നെ തർക്കിക്കാനാവാത്ത വസ്തുതയാണ് ന്യായവിധി. മരണം മാറ്റമില്ലാത്തതാണെങ്കിൽ ന്യായവിധിയും മാറ്റമില്ലാത്തതാണ്. മരണം സത്യമാണെങ്കിൽ മരണശേഷമുള്ള ന്യായവിധിയും സത്യമാ മക്കളെ. അതെ, ഏതു മനുഷ്യനും സമീപ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന 2 യാഥാർത്ഥ്യങ്ങൾ. ഒന്ന് മരണവും പിന്നെ ന്യായവിധിയും. ആർക്കും ഒഴിഞ്ഞു പോകാനാവാത്ത, സാധ്യമല്ലാത്ത യാഥാർത്ഥ്യം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ, ദൈവം സ്നേഹവാനാകുന്നത് പോലെ തന്നെ അവിടുന്ന് നീതിമാനുമാണ്. ദൈവം സ്നേഹമായതുകൊണ്ടാണ് നിനക്ക് വേണ്ടി പുത്രനെ നൽകിയത്. ക്രൂശിൽ മരിക്കാൻ പുത്രനെ വിട്ടു തന്നത് അവിടുന്ന് സ്നേഹമായതുകൊണ്ടാണ്. നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പുത്രൻ ഇറങ്ങി വന്നത്, സാക്ഷാൽ നിന്റെ വേദനകളെ അവൻ ചുമന്നത്, രോഗങ്ങളെ അവൻ വഹിച്ചത് ദൈവം സ്നേഹമായതുകൊണ്ടാണ്. മനസ്സിലായോ? നാം ആരാധിക്കുന്നത്
കോപാക്രാന്തനായി അവൻ പാപിയെ കടിച്ചു കീറി ചോര കുടിക്കുന്ന ദൈവത്തെയല്ല, കണ്ണും തുറച്ചു നാവും നീട്ടി ദംഷ്ട്രയും കാണിച്ചു പാപിയുടെ ചോരയ്ക്ക് വേണ്ടി നാവു നീട്ടി നിൽക്കുന്ന ദൈവത്തെയല്ല, മറിച്ച് ആമേൻ ഹല്ലേലൂയ പാപിക്ക് വേണ്ടി ചോര ഊറ്റിത്തന്ന് സ്നേഹിക്കുന്ന ദൈവത്തെയാ നാം ആരാധിക്കുന്നത്. കുഞ്ഞെ, ഈ ഭാഗ്യം നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തീരുമാനമെടുക്കണം. പാപിയായി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പാപിയായി എനിക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവസാന തുള്ളി ചോരയും ഊറ്റി തന്നൊരു ദൈവമുണ്ട്. അവനെ മാത്രമേ ഞാൻ ആരാധിക്കത്തുള്ളൂ. ഈ തീരുമാനമുണ്ടല്ലോ നിന്റെ നിത്യതയെ നിർണയിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശം കേൾക്കുന്ന എന്റെ സഹോദര, പ്രിയമാതാവേ, പ്രിയ സഹോദരി, പിതാവേ, താങ്കൾ പാപികളിൽ ഒന്നാമനായിരുന്നാലും എന്റെ പാപത്തിന് ഒരിക്കലും പരിഹാരമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ആർക്കും നിന്റെ പാപം ക്ഷമിക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഇരുകൈയൊന്നിട്ട് നിന്നെ സ്വീകരിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹമായതുകൊണ്ട് അവൻ പാപിയെ സ്നേഹിക്കുന്നു. പക്ഷേ പാപത്തെ സ്നേഹിക്കുന്നില്ല, പാപത്തെ ന്യായം വിധിക്കുന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. ലോകപ്രശസ്തനായ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ, അദ്ദേഹം 1961 ഏപ്രിൽ 12 ശൂന്യാകാശത്ത് പോയി മടങ്ങി വന്നപ്പോ ധാർഷ്ട്യത്തോടെ പറഞ്ഞ വാക്ക് ചരിത്രത്തിൽ കുറിച്ചിട്ടുണ്ട്. എന്താ താൻ പറഞ്ഞത്? ഞാൻ ദൈവത്തിന്റെ വാതിൽക്കൽ പോയി മുട്ടി വിളിച്ചിട്ടാ വന്നത്, ആരും വിളി കേട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല, ന്യായവിധിയുമില്ല. എത്ര ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കേവലം 7 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1968 മാർച്ച് 27 ഒരു പരിശീലന പറക്കലിനിടയിൽ വിമാനം തകർന്നു വീണ് യൂറി ഗഗാറിൻ മരണത്തിനു കീഴടങ്ങി. അഥവാ ദൈവം നിയമിച്ച മരണമെന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ കണ്ണുപൊത്തി. ബുദ്ധിമാനായി ഈ മനുഷ്യൻ കരുതി ശൂന്യാകാശം സ്വർഗത്തിന്റെ വാതിലാ, ദൈവത്തിന്റെ വീടെവിടെയാ. അല്ലയോ ഗഗാറിനെ, അങ്ങേക്ക് തെറ്റുപറ്റി. ദൈവത്തെ കാണാൻ നീ ശൂന്യാകാശത്ത് പോകേണ്ട കാര്യമില്ലായിരുന്നു, സ്വർഗത്തേക്ക് പോകേണ്ട കാര്യമില്ല കുഞ്ഞെ. ആയിരിക്കുന്ന ഇടത്ത് ഇപ്പോൾ എവിടെയാണോ ആ സ്ഥലത്ത് ഒന്ന് മുട്ടുകുത്തി ഹൃദയം ഏകാഗ്രമാക്കി ദൈവത്തോട് നിലവിളിക്കുക. സ്വർഗത്തിലെ ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. അതിനു മനസ്സില്ലാതെ ജ്യോതിർഗോളങ്ങൾ മുഴുവൻ കീഴടക്കിയാലും നീ ദൈവത്തെ കാണത്തില്ല. പക്ഷേ ദൈവം നിയമിച്ച മരണം നിന്നെ തേടി വരിക തന്നെ ചെയ്യും. ദൈവം നിയമിച്ച ന്യായവിധി ഒരിക്കൽ അനുഭവിക്കേണ്ടി വരും. ഒരു മാറ്റവുമില്ല. ഇദ്ദേഹം എവിടെ വരെ പോയി? ശൂന്യാകാശം വരെ പോയി. അവിടെ ചെന്ന ദൈവത്തെ വെല്ലുവിളിച്ചത്. പിന്നെ ഒരിക്കലും താൻ ശൂന്യാകാശ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. എന്നാൽ ദൈവപുത്രനെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ശൂന്യാകാശം വരെയല്ല, നക്ഷത്രമണ്ഡലം വരെയല്ല, ഗാലക്സികളോളമല്ല, പ്രപഞ്ചസീമയുടെ അതിർത്തി അതിലംഘിച്ചുകൊണ്ട് സ്വർഗാതിസ്വർഗങ്ങളിൽ എത്തിച്ചേരുന്നൊരു ദിവസം വരുന്നു. അതത്രേ നമ്മുടെ പ്രത്യാശ. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്തേ ദുഷ്ടനിവിടെ തഴയ്ക്കുന്നു? ദുഷ്ടന്മാർ, നിഷ്ഠൂരന്മാർ സാധുക്കളെ ചവിട്ടി മതിക്കുന്നു. ആശയറ്റവൻ ഉഴന്നു നടക്കുമ്പോൾ നീതികെട്ടവൻ മതിച്ചു പുളയ്ക്കുന്നു. തീർച്ചയായും ചോദ്യം ന്യായമാണ്. എന്നാൽ അതിന് കൃത്യമായ ഉത്തരം തിരുവചനം നൽകുന്നുണ്ട്. സഭാപ്രസംഗി 8:11 ദുഷ്പ്രവൃത്തിക്കാർക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. കാര്യം ശരി തന്നെ. എന്നാൽ തിരുവചനം പറയുകയാ, 50 സങ്കീർത്തനം 21 വാക്യം, ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ ശാസിച്ച് നിന്റെ കണ്ണിൻ മുൻപിൽ അവയെ നിരത്തിവെക്കും. ഇന്നാരും കാണാതെ ചെയ്തതൊക്കെ ഒരിക്കൽ നിന്റെ കണ്ണിൻ മുമ്പിൽ സകലരും കാണെ നിരത്തിവെക്കുന്ന ഒരു സമയം വരുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ തെളിവ് സഹിതം, സാക്ഷി സഹിതം നിന്റെ കണ്ണിൻ മുമ്പിൽ ദൈവം നിരത്തിവെക്കും. ആരാ സാക്ഷിരിക്കണമെന്നും ചിന്തിക്കേണ്ട കേട്ടോ. കാലുകുത്തി നിന്ന ഭൂമി സാക്ഷ്യം പറയും. നിന്റെ തലയ്ക്ക് മുകളിൽ കുടവിരിച്ചു നിൽക്കുന്ന അവൻ നീലക്കുട പിടിച്ചിരിക്കുന്ന ആകാശം സാക്ഷി പറയും. ആകാശവും ഭൂമിയും ഇതിന് സാക്ഷിയാകും. ദൈവത്തിന് സ്തോത്രം. അഥേനയിലെ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ബൗദ്ധിക പ്രമാണികളുടെ യുക്തിചിന്തയെ കീറിമുറിച്ചുകൊണ്ട് പൗലോസ് ഒരിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ന്യായം വിധിക്കാൻ മഹാദൈവം ഒരു പുരുഷനെ നിയമിച്ചിട്ടുണ്ട്. ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ന്യായവിധിക്കായി ദൈവം നിയമിച്ച പുരുഷനാരാണ്? യോഹന്നാൻ 5:22 പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ന്യായവിധി നടത്താൻ ദൈവം നിയമിച്ച പുരുഷൻ നസ്രയത്തുകാരനായ യേശുവാണ്. ഞാൻ ആരാധിക്കുന്ന കർത്താവാണ്.
ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, നിത്യശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എന്താ മാർഗം? തിരുവചനം പറയുന്നു, പുത്രരുള്ളവന് ന്യായവിധിയില്ല. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കുഞ്ഞെ, നീ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സങ്കീർത്തനം 34:22. അവനെ ശരണമാക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കത്തില്ല. യോഹന്നാൻ 3:18. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. യേശുവിന്റെ നാമത്തിൽ നിത്യശിക്ഷയിൽ നിന്ന് വരാനിരിക്കുന്നു, നിത്യശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഈ പുലരിയിൽ മുട്ടുകുത്ത്. മറ്റു വഴിയൊന്നുമില്ല, യാതൊരു മാർഗവുമില്ല. ന്യായവിധിക്കായി ഒരു പുരുഷനെ നിയമിച്ചു, അത് ക്രിസ്തുവാണ്. അടുത്തത്, ന്യായവിധിക്കായി അവനൊരു ദിവസം നിശ്ചയിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത് അതെന്താണ്? ഇബ്രായ ലേഖനം 9:27 തന്നെ ഉത്തരമുണ്ട്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മരണശേഷമാണ് ന്യായവിധി. കേട്ടോ മക്കളെ, ലോകത്തിൽ ഒരു കോടതിക്കും മരിച്ചുപോയവന് ന്യായം വിധിക്കാൻ കഴിയത്തില്ല. എന്നാൽ നീതിയുള്ള ന്യായാധിപതിയായ എന്റെ കർത്താവ് മരിച്ചു മണ്ണോട് മണ്ണായാൽ അവിടെ നിന്നും നിന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് നീതിയോടെ ന്യായം വിധിക്കാൻ കഴിവുള്ളവനത്രേ. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി എത്ര കാലം കൂടി ഈ ഭൂമിയിലുണ്ടെന്ന് കണക്ക് കൂട്ടി പറയാൻ കഴിയുന്ന ഒരുത്തനുമില്ലാത്തതുകൊണ്ട് ജീവനോടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ജീവിതം ക്രമപ്പെടുത്താം. ഇല്ലെങ്കിലോ എബ്രായർ 10:27. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ പിന്നെയുള്ളൂ. സ്തോത്രം. ഇന്ന് പുലരിയിലും ക്രിസ്തുവിനെ ഏറ്റെടുക്കാതെ മുന്നോട്ട് പോയാൽ ശേഷിക്കുന്ന കാലം ന്യായവിധിക്കായുള്ള ഭയങ്കരമായ പ്രതീക്ഷ, എതിരികളെ ദഹിപ്പിക്കുന്ന ന്യായവിധിയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അവസ്ഥ എത്ര ഭയങ്കരമാണത്! അത് ഇന്നത്തെ കാര്യമല്ലേ? ഇപ്പോഴേ കാര്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, ഒത്തിരി കാലമുണ്ടെന്ന് ചിന്തിക്കരുത്. 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? 18-ാം വാക്യം. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? ഹല്ലേലൂയ. കേട്ടോ നിങ്ങൾ, ദൈവഗൃഹത്തിൽ ന്യായവിധി ആരംഭിക്കുമെന്നോ? അതെ, ദൈവഗ്രഹത്തിലെ അംഗമാണെന്ന് പറയുകയും സുവിശേഷം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം നിന്നെ ആദ്യ ന്യായം വിധിക്കും. പരമാധ്യക്ഷൻ എന്ന പദവി അലങ്കരിക്കുന്നവനായാലും, വേദിയെ ഇളക്കിമറിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവനായാലും, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നവനായാലും സുവിശേഷം അനുസരിക്കുന്നില്ലെങ്കിൽ നീ ന്യായം വിധിക്കപ്പെടും. അതുകൊണ്ട് യാക്കോബ് പറയുന്നത് 5:9. ഒരുവന്റെ നേരെ ഒരുത്തൻ ഞരങ്ങിപ്പോകരുത്, ഇത് ന്യായവിധി വാതിൽക്കൽ നിൽക്കുന്നു. കൂട്ടു സഹോദരങ്ങൾക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നവരെ ഓർത്തുകൊള്ളണം, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സത്യവചനത്തിന് സ്ഥാനം കൊടുക്കാതെ ഇളക്കപ്പെരുക്കമുണ്ടാക്കി പാവം ജനത്തെ വഞ്ചിക്കുന്നവരെ ഓർത്തുകൊള്ളുക, നീതിയുള്ള ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ തന്നെ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നത് നിനക്കുള്ള പ്രതിഫലവുമായിട്ടാണ്. മക്കളെ, നീ കരഞ്ഞതിന് പ്രതിഫലമുണ്ട്. തെരുവിൽ നിന്ന് കർത്താവിന്റെ സാക്ഷിയായതിന് പ്രതിഫലമുണ്ട്. ഉപവസിച്ചതിന് പ്രതിഫലമുണ്ട്. പ്രാർത്ഥിച്ചതിന് പ്രതിഫലമുണ്ട്. കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈ തുറന്നു കൊടുത്തതിന് പ്രതിഫലമുണ്ട്. കുടുംബത്തിനുള്ളിൽ തന്നെ ഒത്തിരി സഹിച്ചില്ലേ മക്കളെ? ഹൃദയം തകർന്നു പോകും വിധത്തിൽ അപമാനം സഹിച്ചില്ലേ? നീതിയുള്ള ന്യായാധിപതിയുടെ കയ്യിൽ നിനക്കുള്ള പ്രതിഫലമുണ്ട്. ആമേൻ, നിനക്കുള്ള പ്രതിഫലമുണ്ട്. നിന്റെ കണ്ണുനീര് അവന്റെ തുരുത്തിയിലുണ്ട് മക്കളെ. അതിന്റെ കണക്ക് തന്റെ പുസ്തകത്തിലുമുണ്ട്. ഒരു പ്രതിഫലമുണ്ട്. നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് നൽകാനുള്ള പ്രതിഫലവുമായി നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് വാതിൽക്കൽ നിൽക്കുന്നു. ദൈവപുത്രനെ എതിരേൽക്കാൻ നമുക്കൊരുങ്ങാം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ദൈവമായി ആരാധിക്കാം. അതിനായി എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരം നൽകിയല്ലോ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, പതിവ് പോലെ അടിമാലിയിൽ നിന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിഷയം വെക്കാമല്ലോ. കർത്താവ് അത്ഭുതം ചെയ്യും. സ്തോത്രം. നമ്പർ ഇതാണ് 90721418